നിപ നിയന്ത്രണങ്ങൾ ലംഘിച്ച് കോഴിക്കോട് NITയിൽ ക്ലാസും പരീക്ഷയും നടക്കുന്നുവെന്ന പരാതി. ക്യാമ്പസിൽ നിപ റിപ്പോർട്ട് ചെയ്യാത്തതിനാൽ പരീക്ഷ നടത്തുന്നതിന് തടസ്സമില്ല എന്ന് NIT അറിയിക്കുകയാണ്. മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷഹീദ്, അങ്ങനെ NITക്ക് മാത്രമായി പ്രത്യേക നിയമമൊന്നുമില്ലല്ലോ? ആര്യ, നിപ്പയുടെ നിയന്ത്രണത്തിന്റെ ഭാഗമായി ജില്ലയിൽ കടുത്ത നിയന്ത്രണങ്ങൾ നിൽക്കുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് 23 വരെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ക്ലാസ് ഓൺലൈൻ മാത്രമേ നടക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്, നടത്താൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനിടെയാണ് ഈ തടസ്സങ്ങൾ, ഈ നിയന്ത്രണങ്ങളൊന്നും വകവെക്കാതെ NITയിൽ ഇപ്പോൾ ക്ലാസും പരീക്ഷയും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ആശങ്ക അറിയിച്ച് NIT അധികൃതർക്ക് ആദ്യം പരാതി നൽകിയിരുന്നു. പക്ഷേ പരാതി പരിഗണിക്കപ്പെട്ടില്ല. പിന്നീട് ഇപ്പോൾ DMOക്ക് അവർ മെയിൽ വഴി പരാതി അയച്ചിരിക്കുകയാണ്. DMO ഈ പരാതി ഇപ്പോൾ ജില്ലാ കളക്ടർക്ക് നൽകിയിട്ടുണ്ട്. കളക്ടറാണ് ഈ വിഷയത്തിൽ ഇനി നടപടിയെടുക്കേണ്ടത്. ഈ NIT അധികൃതർ പറയുന്നത് ഇത് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള സ്ഥാപനമാണ്, അവരുടെ ഷെഡ്യൂൾ അനുസരിച്ചാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഒപ്പം തന്നെ അതുകൊണ്ട് തന്നെ അതങ്ങനെ ആ രീതിയിലുള്ള ക്ലാസ്സുകൾ നിർത്തിവെക്കാൻ കഴിയില്ല എന്നവർ പറയുന്നു. ഒപ്പം തന്നെ NIT ക്യാമ്പസാണ്, വിദ്യാർത്ഥികളെല്ലാവരും ആ ക്യാമ്പസിലുള്ളവരാണ്, പുറത്തു നിന്നാരും ക്യാമ്പസിലേക്ക് വരുന്നില്ല. ആ രീതിയിൽ ഉള്ള ആളുകൾ സമ്പർക്കത്തിലൂടെ വരാനുള്ള സാധ്യതയില്ല. കണ്ടെയ്ൻമെൻറ് സോണായി പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ല. നിപ്പ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ തുറന്ന് പ്രവർത്തിക്കുന്നതിന്, ക്ലാസ്സുകൾ നടത്തുന്നതിന് തടസ്സമില്ല എന്നുള്ള വിശദീകരണമാണ് NIT അധികൃതർ നൽകുന്നത്. പക്ഷേ വിദ്യാർത്ഥികൾക്ക് ആശങ്കയുണ്ട്. കാരണം മറ്റ് പല സ്ഥലങ്ങളിലുള്ള ആളുകൾ ക്യാമ്പസിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ പോലും വിദ്യാർത്ഥികൾ പുറത്തു പോകുന്നുണ്ട്, അകത്തേക്ക് വരുന്നുണ്ട്, ആ തരത്തിൽ ഇടപെടൽ നടത്തുന്നുണ്ട്. അവരെല്ലാവരും പിന്നീട് ഒരുമിച്ച് ക്ലാസ്സിൽ ഇരിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള അണുബാധ ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടാകുമോ, വൈറസ് പടരുമോ എന്നുള്ള ആശങ്ക വിദ്യാർത്ഥികൾ അറിയിക്കുന്നുണ്ട്. പക്ഷെ അത് പരിഗണിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. കുടുംബങ്ങളിൽ ബാക്കിയുള്ള ആളുകൾ ജോലിക്ക് പോകുന്നുണ്ടാവും, വേറെ സ്ഥലങ്ങളിൽ പോയി മടങ്ങി വരുന്നവരുണ്ടാകും. ആ ഒരു സാഹചര്യം കൂടിയില്ലേ? തീർച്ചയായും അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അവിടെയുള്ള വിദ്യാർത്ഥികളായാലും അധ്യാപകരായാലും അവരുടെ ബന്ധുക്കളായാലും ഒക്കെ പുറത്ത് പോകുന്നവരാണ്, മടങ്ങി വരുന്നവരാണ്. ആ തരത്തിലുള്ള പൊതുജനങ്ങളുമായി സമ്പർക്കത്തിൽപ്പെടാനുള്ള സാഹചര്യം നിരവധിയുണ്ട്. പക്ഷേ ഇവരെല്ലാം കൂടി ക്ലാസ്സിൽ ഒരുമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ക്ലാസ്സിൽ കുട്ടികൾ ഒരുമിച്ചിരിക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ ക്ലാസ്സിൽ ഇരുന്നുകൊണ്ടുള്ള പഠനം ഒഴിവാക്കി സ്കൂളിൻ്റെ പ്രവർത്തനം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിർത്തിവെക്കാനുള്ള ഒരു തീരുമാനമെടുത്തത്. ഇപ്പോൾ ഈ കണ്ടെയ്ൻമെൻറ് സോണായി പ്രഖ്യാപിക്കപ്പെട്ടത് ഈ മരുതവങ്കരയിലെയും ആയഞ്ചേരിയിലെയും വാർഡുകളും ഒപ്പം തന്നെ ഇപ്പോൾ ഈ ഫറോക്കിൽ, ചെറുവണ്ണൂരിലുമാണ്. പക്ഷേ അത് മാത്രമല്ല നിയന്ത്രണമുള്ളത്, ജില്ലയാകെ നിയന്ത്രണത്തിൻ്റെ പരിധിയിൽ വെച്ചിരിക്കുന്നത് ഈ ഒരു ജാഗ്രതയുടെ ഭാഗമാണ്. പക്ഷേ അത് മനസ്സിലാക്കാൻ NITക്ക് കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഏതായാലും പരാതി ഇപ്പോൾ ജില്ലാ കളക്ടർ മുമ്പിലാണുള്ളത്. DMO ജില്ലാ കളക്ടർക്ക് പരാതി കൈമാറിയിട്ടുണ്ട്. കളക്ടർ ഈ വിഷയത്തിൽ നടപടിയെടുക്കേണ്ടതുണ്ട്. ഈ നേരത്തെ ഈ കോവിഡ് കാലത്തും സമാനമായ രീതിയിൽ കോവിഡ് നിയന്ത്രണങ്ങൾ സംസ്ഥാനത്തുടനീളം നടപ്പാക്കിയപ്പോഴും NITയിൽ കുറച്ചു കാലം ആ നിയന്ത്രണങ്ങൾ മറികടന്നുകൊണ്ട് ചില ആക്ടിവിറ്റികൾ നടത്തിയിരുന്നു. അന്ന് ജില്ലാ കളക്ടർ പ്രത്യേകമായ ഉത്തരവിറക്കി അതിനെ നിയന്ത്രിക്കുകയായിരുന്നു. അങ്ങനെയാണ് അതിൻ്റെ നിയന്ത്രണത്തിലേക്ക് NITയും വന്നത്. സമാനമായ രീതിയിൽ ജില്ലാ കളക്ടർ ഇടപെടുമോ എന്നാണ് ഇനി അറിയേണ്ടത്. നടപടിയെടുക്കുമെന്ന് പ്രതീക്ഷിക്കാം. നോക്കൂ ഷഹീദ്, നിപ്പയുമായി ബന്ധപ്പെട്ട് ഇന്നലെ ആരോഗ്യമന്ത്രിയുടെ വാക്കുകൾ അത് ഏറെ ആശ്വാസം നൽകുന്നതായിരുന്നു. നിപ്പ നിയന്ത്രണ വിധേയമാകുന്നു, ഒരു രണ്ടാം തരംഗമില്ല എന്ന് തന്നെയാണ് വിലയിരുത്തൽ. പുതിയ പോസിറ്റീവ് കേസുകളിൽ 24 മണിക്കൂറിൽ റിപ്പോർട്ട് ചെയ്യാത്തതും ആശ്വാസമാണ്. ഇന്ന് എത്ര പേരുടെ പരിശോധനാ ഫലം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്? അതോടൊപ്പം ഈ ചികിത്സയിലുള്ള ആളുകളുടെ ആരോഗ്യാവസ്ഥ മെച്ചപ്പെടുന്നുണ്ടോ ഷഹീദ്? ആര്യ, ഇന്നിനി 51 പേരുടെ സാമ്പിൾ ഫലമാണ് ഇനി പുറത്തു വരാനിരിക്കുന്നത്. അത് ഇന്ന് പല സമയങ്ങളിലായി വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ 11 പേരുടേത് സാമ്പിൾ ഫലം മുഴുവനും നെഗറ്റീവായിരുന്നു. ഒപ്പം തന്നെ വെള്ളിയാഴ്ച രാവിലെ മുതൽ ഇതുവരെ ഇപ്പോൾ പുതിയ പോസിറ്റീവ് കേസുകൾ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതേ തുടർന്നാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു എന്നൊരു ആത്മവിശ്വാസം ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത്. ഒപ്പം തന്നെ ഈ പ്രഭവ കേന്ദ്രം ഒന്ന് മാത്രമാണ് എന്നുള്ളൊരു സ്ഥിരീകരണവും ഇപ്പോൾ വന്നിരിക്കുന്നു. അതായത് ഈ മരുതവങ്കരയിലെ മുഹമ്മദ് അലി ആണ് ആദ്യം മരിക്കുന്നത്. രണ്ടാമതായി മരണം നടത്തുന്നത് ഈ വെള്ളാട് സ്വദേശിയാണ്, മംഗലാട് സ്വദേശിയാണ്, ആയഞ്ചേരി പഞ്ചായത്തിലുള്ള. ഈ മുഹമ്മദ് അലിയുമായി ഈ ഹാരിസ്, രണ്ടാമതായി മരിച്ച ഹാരിസിന് ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയിരുന്നുവെങ്കിലും ഇതെങ്ങനെയാണ് ഇവർ സമ്പർക്കത്തിൽ ഏർപ്പെട്ടത് എന്ന് വ്യക്തമായിരുന്നില്ല. അതോടുകൂടി ആരോഗ്യവകുപ്പിന് ചില സംശയങ്ങളുണ്ടായിരുന്നു. 2 പ്രഭവ കേന്ദ്രങ്ങളുണ്ടോ എന്നൊരു സംശയമുണ്ടായിരുന്നു. പക്ഷേ ഈ മരണശേഷം, ഈ മുഹമ്മദ് അലിയുടെ മരണശേഷം ഈ ബോഡിയിൽ നിൽക്കുന്ന മുറിയിൽ ഈ ഹാരിസ് എത്തി നേരിട്ട് സമ്പർക്കത്തിൽ അവിടെ ചില സഹായങ്ങളൊക്കെ ചെയ്തു നൽകി എന്ന് ഇപ്പോൾ ആരോഗ്യവകുപ്പിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ആശുപത്രിയിലുള്ള ഒരാൾ ഈ നമ്മുടെ കൺട്രോൾ റൂമിലേക്ക് നേരിട്ട് ഫോൺ വിളിച്ച് ഇത്തരമൊരു വിവരം കൈമാറുകയാണ്. അത് ആരോഗ്യവകുപ്പിന് വലിയൊരു ആത്മവിശ്വാസം നൽകുകയാണ്. അതായത് ഈ മുഹമ്മദ് അലി മാത്രമാണ് പ്രഭവ കേന്ദ്രം എന്നുള്ളത് തന്നെയാണ്, ഹാരിസ് പ്രഭവ കേന്ദ്രമല്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സെക്കൻഡ് വേവ് ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ്
നിഗമനത്തിലെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസമാണ്, ആ ആശ്വാസമാണ് ഇന്നലെ ഉണ്ടല്ലോ ഷഹീദ്. അദ്ദേഹത്തിന്റെ സമ്പർക്ക പട്ടിക വിപുലമാണ് എന്നൊരു ആദ്യം തന്നെ ഒരു വിലയിരുത്തൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൽ ആ സമ്പർക്ക പട്ടികയിലുള്ള 5 പേർക്ക് രോഗലക്ഷണങ്ങളും കാണിക്കുന്നുണ്ട്. അവരിപ്പോൾ എവിടെയാണ് അഡ്മിറ്റ് ആയിട്ടുള്ളത്? സമ്പർക്ക പട്ടികയിൽ ഇപ്പോൾ ഏകദേശം 1177 പേർ ഉണ്ട്. അത് വീടുകളിലാണ് ഭൂരിപക്ഷം പേരുള്ളത്. ഒരു 40ഓളം പേരാണ് വിവിധ ആശുപത്രികളിലുള്ളത്. ആശുപത്രിയിലുള്ളവർക്ക് നേരിയ തോതിലുള്ള രോഗലക്ഷണങ്ങളാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ സാമ്പിളുകൾ ഇപ്പോൾ പരിശോധനയ്ക്കായി അയച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൽ എല്ലാവരും ഇന്നലെ വന്നവർ 11 പേര് നെഗറ്റീവാണ്. അങ്ങനെ അയച്ച ഒരാളാണ് ഈ കഴിഞ്ഞ ദിവസം ചെറുവണ്ണൂരിൽ പോസിറ്റീവായ ഒരാൾ. അവരുമായി സമ്പർക്കത്തിലുള്ള ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ 5 പേരുടെ സാമ്പിളുകൾ കൂടി പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇവർക്കെല്ലാം രോഗലക്ഷണങ്ങളുണ്ട്. പക്ഷേ ലക്ഷണങ്ങൾ എല്ലാം നിപ്പയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അങ്ങനെ ലക്ഷണങ്ങൾ ഉള്ളവരുടെ എല്ലാം സാമ്പിളുകൾ അയച്ചിട്ട് പലരും, അതിൽ ഭൂരിപക്ഷം പേരും നെഗറ്റീവായിട്ടാണ് റിസൾട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള എല്ലാവരും നെഗറ്റീവ് ആവട്ടെ എന്ന് മാത്രം നമുക്ക് പ്രതീക്ഷിക്കാം. ശരി ഷഹീദ്.